ഇവിടെയൊക്കെ കുറെ ഇങ്ങനെ ഇതൊക്കെ കാട് വെട്ടി ഇതാക്കിയതായിരിക്കും തോന്നുന്നുണ്ടല്ലേ. ഇപ്പൊ ഇവിടെയൊക്കെ കുറച്ചും കൂടെ ഒരു ഓപ്പൺ സ്പേസ് ആയി, കുറച്ചുകൂടെ ഒരു ഇതുണ്ട്. ഇങ്ങോട്ട് എത്തും തോറും ഇങ്ങനെ കുറച്ചും കൂടെ എന്താ പറയാ വെളിച്ചം കാണുന്നുണ്ട്. നല്ലൊരു വലിയൊരു പുഴ കാണുന്നുണ്ട്. ഏതാന്നുള്ളത് അറിയില്ല. അവിടെ ഒരു വലിയ വേഴാമ്പൽ പോലൊരു സാധനത്തിന് ഞാൻ കണ്ടേട്ടാ, ആ പാറേന്റെ മുകളിൽ. ഇതതുപോലെ ഒരു കുഞ്ഞി പാലം, ഒരു കുഞ്ഞി പാലം. ഒരു വണ്ടി നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. ആനക്കയം പാലം. ആനക്കയം പാലം, ആനക്കയം പാലം. നോ പാർക്കിംഗ്, നോ ഈറ്റിംഗ്, നോ റെസ്ട്രിക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ, വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. കാരണം കുറച്ചും കൂടെ ഇങ്ങനെ ഉൾക്കാടിലേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഫോറസ്റ്റിന്റെ ഈ റേഞ്ച് ഓഫീസ് അത് ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സ്ഥലത്തുണ്ട് ഇത് കോട്ടേജ് ഫോറസ്റ്റ്. മുക്കുംപുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ആണത്, മുക്കുംപുഴ. ഷോളയാർ ഫോറസ്റ്റ് സ്റ്റേഷൻ, ഷോളയാർ ആനക്കയം എത്തി. ഷോളയാർ എത്തിയില്ല, ഷോളയാർ ആനക്കയം ആണ് ഈ സ്ഥലം. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റിയാൽ ഇറ്റ്സ് ലക്ക്. ഇവിടെ പാറ കുറെ ഇതിൽ കൊരങ്ങന്മാര്, മറ്റേ സിംഹവാലനല്ലേ അത്, ആ ഫേസിൽ ഇങ്ങനെ വൈറ്റ് ഇതുള്ള അത് എന്റെ വീഡിയോ കണ്ടായിരുന്നു ഗൈസ്. ഇവിടെയൊക്കെ ആനപ്പിണ്ടം കണ്ടു, പിന്നെ കൊമ്പുകളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു നിൽക്കുന്നതും കാണുന്നുണ്ട്. ചിലപ്പം ഒരു ആനയും കൂടി കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാകുമോ ഇല്ലയോ, നിങ്ങൾ കമന്റ് ചെയ്യുക. ഏട്ടൊന്നും പറയാത്തേ. എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കാട്ടിലെ ആനേനെ കാണണമെന്ന് ഞാൻ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാട്ടിലെ ആനേനെ കണ്ടു. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഒരെണ്ണത്തിനെയും കൂടെ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. കാണോ എന്തോ നല്ല പച്ചപ്പെണ്ണ കണ്ടപ്പോ, അതെ, നല്ല ഗ്രീൻ കളർ. ഇപ്പം ആള് സാധിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ, അതുപോലെ ഇരിക്കുന്നുണ്ട്. അതെ, നമ്മൾ കെയർഫുൾ ആവേണ്ടിയിരിക്കുന്നു. ഈ വളവൊക്കെ എത്തുമ്പോഴാണ് ടെൻഷൻ. കാരണം എവിടെ ഇങ്ങനെ വരും. ഇവിടെയൊക്കെ കൊറേ ഉണ്ട്, ഇത് കണ്ടോ. പക്ഷെ ഇതൊക്കെ സ്ഥിരം പോണ സ്ഥലമാണല്ലോ. അതെ, പച്ച കിട്ടിയത് എവിടെയാണോ? നേരത്തെ നമ്മള് കണ്ട ഫോറസ്റ്റിന്റെ ആ ജീപ്പ് അവരവിടെ നിന്നു. നേരത്തെ നമ്മൾ ആനേനെ കണ്ട അവിടെ അവര് നിന്നു. ഇനിയും കുറെ വാഹനങ്ങൾ കടന്നു പോകുമ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കാനോ ഒന്ന് കെയർഫുൾ ആയിരിക്കാൻ വേണ്ടിട്ടായിരിക്കും അവരവിടെ നിന്നു. ഇപ്പൊ നമ്മളെ പുറകില് 2 കാറുണ്ട് വരെ. ഇവിടെ എന്തോ പൊളിച്ചിട്ടിട്ടുണ്ട് റോഡ്, ഭയങ്കര മോശമാണ്. ഇവിടെ എന്തോ അരുവി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇത് ഇവിടെ ഒരു അരുവി അല്ല, ഉറവ അല്ല എന്ന് പറഞ്ഞ ഉറവ. ഇതൊക്കെ സ്ഥിരം ആന പോകുന്ന റൂട്ട് തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സ്ഥിരം അവരുടെ സഞ്ചാര പാതയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പക്ഷെ ഈ ഹൈറ്റ് ഉള്ള സ്ഥലത്തോട്ടൊക്കെ എങ്ങനെയാണ് അത് പോകുന്നത്?
റോഡിന് ഇങ്ങനെ നടന്നു പോകുന്നതായിരിക്കും, അതായിരിക്കും. ബൈക്കുകാരുണ്ട്, അവര് പോട്ടെ, അവര് വിട്ടോ. കള്ളന്മാര് പേടി ആർക്കും ഉണ്ടാവൂല. അതെ, കൊറേ ആനപ്പിണ്ട് മാത്രം കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഈ ആന വലിച്ചിങ്ങനെ ഇടുന്ന അവരിങ്ങനെ എന്താ പറയാ, കമ്പ് ഒടിച്ച് ഫുഡ് കഴിക്കുന്ന പാടുകളെ ഈ മെയിനായിട്ട് കാണുന്നത്. താഴേക്കൊക്കെ ഉണ്ടാവാൻ നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല വ്യൂ. വിഷ്വൽ ബ്യൂട്ടി ഒരു അതെ അതെ, വിഷ്വൽ ബ്യൂട്ടി ഒരു രക്ഷയില്ല. ഭയങ്കര, നമ്മള് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ്. അതെ, കാരണം നമ്മള് സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവുമ്പം, പക്ഷെ നമ്മള് ഇവിടെയുള്ള ആൾക്കാര് പുറത്തത്തെ സ്ഥലങ്ങൾ കാണാനാ കൂടുതൽ പോണേ. പക്ഷെ അതെ, കൊറേ സ്ഥലങ്ങൾ ഭയങ്കര ഭയങ്കര വളവുകളാണ്. പിന്നെ റേഞ്ച് ഒന്നും നോക്കണ്ട, റേഞ്ച് ഒന്നും ഒട്ടുമില്ല. അതെ, അതിരപ്പള്ളി എത്തുമ്പത്തേന് തന്നെ റേഞ്ച് ഒക്കെ കട്ടാണ്, ഒട്ടും റേഞ്ച് ഇല്ല. ഇവിടെയൊക്കെ പക്കാ കാട്. ചില സ്ഥലത്തൊക്കെ കുറച്ച് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ താഴത്തെ അരുവി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്, കുറച്ച് ഓപ്പണാ. പക്ഷെ ചില സ്ഥലത്തോട്ട് എത്തുമ്പോൾ ഭയങ്കര ഇങ്ങനെ രണ്ട് സൈഡും മൊത്തം മരങ്ങളും ആയിട്ട് ഫുള്ള് ഇങ്ങനെ ഭയങ്കര ഇരുട്ട് കൂടി നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര മോശമായ റോഡാണ് ഗൈസ്. കണ്ടോ, ഇങ്ങനെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ ഇതാണ് തോന്നുന്നുണ്ട് ഷോളയാർ ഡാം. ഇത് അപ്പർ ഷോളയാർ, ഓക്കെ, ലോവർ ഷോളയാർ ഡാം. ഇവിടെ ഇങ്ങനെ നിർത്താൻ പറ്റുമോ? പക്ഷെ ഇവിടെയൊക്കെ നിർത്താൻ തോന്നുന്നു, കാരണം ഈ വ്യൂ കാണാൻ വേണ്ടിട്ടായിരിക്കും. പക്ഷെ ഇതിലൂടെയൊക്കെ ആന പോകുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ, നിർത്താൻ പറ്റും. ഓക്കെ, ഈ സമയം ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. അതെ, നമ്മള് കെയർഫുൾ ആയിരുന്ന നല്ലത്. ബസ് കറക്റ്റ് ടൈമാ, നമുക്കിവിടെ ഒതുക്കാൻ കറക്റ്റ് സ്ഥലം കിട്ടി. അതിരപ്പള്ളി ചാലക്കുടി ബസ് KSRTC. എന്തൊരു ടൈമിങ് അല്ലേ, കറക്റ്റ് ഒതുക്കാൻ കിട്ടി. നല്ല പോലെ സ്പേസ് ഉണ്ടായിരുന്നു അപ്പുറത്ത്. അതെ, ആ പോയിന്റിൽ നേരത്തെ ഒരു വണ്ടി നിർത്തിയിട്ട് ആൾക്കാർ നിന്ന ആ ഒരു പോയിന്റ്, അവിടെ രണ്ട് സ്ഥലത്തും ഒതുക്കാനുള്ള സ്പേസ് ഉണ്ട്. ആ ബസ്സിത്തെ ചേട്ടനോട് ചോദിച്ചാൽ മതിയായിരുന്നു ആനേനെ എവിടെയെങ്കിലും കണ്ടായിരുന്നു. അതെ, വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് എന്ന് പ്രത്യേകം എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ചുരം കയറുന്ന പോലെയാണ് വഴി. ഇപ്പം വാഹനങ്ങൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കണ്ടോ, എല്ലാവരും ചിലപ്പോൾ അവിടെ മലക്കപ്പാറ സ്റ്റേ ചെയ്യാൻ പറ്റുമോ? മലക്കപ്പാറല്ലേ, വാൽപ്പാറല്ലേ സ്റ്റേ ഉള്ള കൂടുതൽ, അവിടുന്ന് വരുന്നവരായിരിക്കും തോന്നുന്നു.
അവരെ മുഖമൊന്നും കണ്ടിട്ട് ആനേനെ കണ്ടതായിട്ടൊരു ലക്ഷണം കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ആനയെ കാണാൻ ചാൻസ് ഇല്ല. നമുക്ക് വേണ്ടി അതെ, നമുക്ക് വേണ്ടി എവിടുന്നോ വെള്ളം ഇങ്ങനെ ഏതേ നോക്കി റോഡൊക്കെ ഫുള്ള് നനഞ്ഞിരിക്കുന്നുണ്ട്. നോക്കി എന്ത് ഭംഗിയാ കാണാൻ. ഈ ഒരു വ്യൂ എന്ത് രസാലേ. ഭയങ്കര ഫ്രെയിമൊക്കെ ഇങ്ങനെ വരച്ച് വെച്ച പോലെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ഈ സൈഡിലൊക്കെ നല്ലപോലെ കാണാനുണ്ട്. പക്ഷെ ഫുള്ളിങ്ങനെ മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒന്നും കിട്ടണില്ല. പെൻസ്റ്റോക്ക് പാലം. ഇതാണ് എന്തായിരുന്നു ഷോളയാർ ഡാം. ഇവിടെ നമുക്ക് നിർത്താം. ഇത് നിർത്താം. ആ പെൻസ്റ്റോക്ക് എന്നല്ലേ ഇതിന്റെ പേര്? പെൻസ്റ്റോക്ക് അങ്ങനെയാ. പെൻസ്റ്റോക്ക് കറക്റ്റ് അളവനുസരിച്ച് നമുക്ക് ആവശ്യം വരുമ്പോൾ വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് തമിഴ്നാട് അപ്പർ ഷോളയാറിൽ നിന്നും ലോവർ ഷോളയാറിലോട്ട് വെള്ളം അങ്ങനെ തന്നെയല്ലേ? അതോ തിരിച്ചാണോ? അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഊഹം. തമിഴ്നാട് സിംഹവാലൻ കുരങ്ങ് ഗൈസ്, ഞങ്ങൾ സിംഹവാലൻ കുരങ്ങിനെ കണ്ടു. കുറേ എണ്ണം ഒരു സ്ഥലത്ത്. അല്ല, ഞാനൊരു ഓളമായിക്കോട്ടെ. ശരിക്കുള്ള സിംഹവാലൻ കുരങ്ങിനെ കണ്ടു. ഇത് ഡ്യൂപ്ലിക്കേറ്റ്. പക്ഷെ ശരിക്കുള്ളതിന് ഞങ്ങൾ കണ്ടു. കുറേ ഉണ്ടായിരുന്നു. ഒരു മരത്തിന് മുകളിൽ ഇങ്ങനെ കുറേ എണ്ണം ഇരിക്കുന്നുണ്ടായി. അയ്യോ, അവിടെ കുരങ്ങനാണോ അത്? പിള്ളേര് പോലും കണ്ടല്ലോ. അവര് ചെത്തി മിനിച്ച് നമ്മളെ പൊത്തി. ഇവരെ കുരങ്ങനൊന്നും കണ്ടില്ല. ആനെ മാത്രം നോക്കി പോയി. കൊറേ ഉണ്ടായിരുന്നു. ഒരു അമ്മയും കുട്ടിയും സെറ്റ്, അങ്ങനെ കൊറേ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഇവിടുത്തെ ഈ സിംഹവാലൻ കുരങ്ങിനൊന്നും ആ ഫേസിലുള്ള ആ രോമം അത്ര വൈറ്റ് കളറില്ല. പക്ഷെ നമ്മള് ഇതില് സൂല് കാണുന്നത് പക്ഷെ ഭയങ്കര അത് ഈ സിംഹവാലൻ കുരങ്ങും ഹനുമാൻ കുരങ്ങും ഒന്നാ? അല്ലല്ലോ. KCBന്റെ എന്തോ ആണ്. ഗോസ്ലോ. നമുക്ക് ഇനിയും എന്തെങ്കിലും ഒക്കെ കാഴ്ചകൾ മുന്നിലുണ്ടാവും എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു ഒറ്റക്കൊമ്പനെ കണ്ടു. ശരിക്കും ആനനെ കണ്ടു കേട്ടോ. ഒറ്റക്കൊമ്പനാണോ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ കുറച്ച് തള്ളിയതാണ്. പക്ഷെ വാല് മാത്രം ഞാൻ നല്ല വൃത്തിക്ക് കണ്ടു. അല്ല, വാല് മാത്രമല്ല, ഫുള്ള് കണ്ടു. പക്ഷെ വാല് മാത്രം വീഡിയോയിൽ നല്ല കിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ കുറെ അതാണ് ഹോൺ അടിക്കാൻ ഞാൻ പറഞ്ഞത്. കാടാന്ന് വിചാരിച്ചു. ഒരു കാര്യമില്ല. ഒന്നും ആവശ്യമില്ല. പുതിയ മോഡലുകൾ ഇറങ്ങിയില്ല. ഫോണ് കേറുന്നടാ.
സിക്കാൻ സീത പെണ്ണെ സിക്ക് സിക്ക. ഞാൻ എന്ത് പറയാതാ മനുഷ്യനെ നമ്മളെക്കാൾ എത്രയും മുമ്പ് കടന്നു വന്നവര് നിർത്തിയിട്ടുള്ള. ഇതാ പെട്രോൾ പമ്പിൽ ഉണ്ടായിരുന്നവരല്ലേ? അത് കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ നിൽക്കണ അവരപ്പോ അത്രയും പതുക്കിയിരിക്കും വന്നിട്ടുണ്ട്. ഇവിടെ റോഡ് പണി നടക്കുന്നതിന്റെ എന്തൊക്കെയോ എക്യുപ്മെന്റ്സ് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ റോഡ് ഭയങ്കര മോശമായതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഡ്രൈവ് ചെയ്യേണ്ടതാണ്. ഭയങ്കര ഇങ്ങനെ ഗട്ടറുകൾ അതൊക്കെ ഉണ്ട് അല്ലേ ഡ്രൈവർ? അതെ, ഇപ്പൊ ഒരു KSRTC അഗെയിൻ കടന്നു പോയി. പക്ഷെ ഞങ്ങക്ക് സൈഡ് കൊടുക്കാനുള്ള ഇത് കിട്ടിയത് കൊണ്ട് കുഴപ്പമില്ലാണ്ട് പോയി. ചില ഏരിയയിലൊന്നും എത്തുമ്പം ഒട്ടും വെളിച്ചം പോലും ഉള്ളിലോട്ട് വരുന്നില്ല. അങ്ങനെയും ഇങ്ങനെ ഇരുട്ടായി പോവാ. കണ്ടോ റോഡിന്റെ അവസ്ഥ? കണ്ടോ ഇതാണ് റോഡിന്റെ അവസ്ഥ. ഒരു മരം നോക്കിയാൽ നല്ല ഭംഗിയിലാണ്. ഓ ഗ്ലെയർ അടിച്ചു. ഇവിടെയൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ പോണം. ഒട്ടും ശരിയല്ലാത്ത വഴികളാണ്. ഇത്രയും നേരം വലിയ കുഴപ്പമില്ലായിരുന്നില്ലേ? ഇടയ്ക്ക് ചെറിയ ചെറിയ പോർഷനിൽ മാത്രമല്ല, ബാക്കിയെല്ലായിടത്തും ഒരു ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഈ മരമൊക്കെ ഇങ്ങനെ നിൽക്കുന്ന എന്ത് ഡേഞ്ചറാല്ലേ? അതാ പറഞ്ഞെ. നമ്മളിപ്പം മലക്കപ്പാറ എത്താറായി എന്ന് തോന്നുന്നു. അവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു. എത്താറാകുമ്പോഴുള്ള റോഡും ഭയങ്കര ശോകമാണ്. അതെ, റോഡ് പണി നടക്കുന്ന കുറെ സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. റോഡ് പണി വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് എഴുതി കുറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ ഫുൾ താഴ്ചയാണ്, ഭയങ്കര താഴ്ന്ന സ്ഥലം. ഹായ് ഗൈസ്, നമ്മൾ നല്ല വൃത്തികെട്ട റോഡിലൂടെയാണ് പോകുന്നത്. അതെ, ഇളകി ഇളകി ശരിക്കും ഓഫ് റോഡ് ഡ്രൈവ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബൈക്കൊക്കെ നിർത്തി വെച്ചിരിക്കുന്നു ആൾക്കാര്. അവരൊന്നും കാണുന്നില്ലല്ലോ. അവര് ബൈക്കൊക്കെ നിർത്തി ഇങ്ങോട്ട് പോയി. ഇങ്ങനെയോ? അതിനും വേണം ധൈര്യം. ഇത് ഒരു വെള്ളച്ചാട്ടം. അയ്യോ, പകുതി എന്റെ ബാഗാ കാണുന്നത്. ചെറിയൊരു വെള്ളച്ചാട്ടം, പക്ഷെ നമ്മളിവിടെ നിർത്തുന്നില്ല. ഓൾറെഡി നല്ല വൃത്തികെട്ട റോഡാണ്, ഒരു രക്ഷയില്ല. ഇളകി ഇളകി എന്റെ കഴുത്തൊക്കെ വേണ്ടി തുടങ്ങിയ. ഓഫ് റോഡൊന്നും പറയാൻ പറ്റില്ല. അതെ, ഒരു റോഡൊന്നും പോലും റോഡില്ല. റോഡില്ല, ടാറില്ല. എവിടെയൊന്നും ഒട്ടും ടാറ് പോലും ഇല്ല. നേരത്തെ കുറച്ച് വഴിയെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. മണിക്കൂർ കുറേ ഞങ്ങള് ഇവിടെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. വളരെ സ്ലോയിലേ പോകാൻ പറ്റുള്ളൂ, വളരെ സ്ലോയില്. 9:30 മുമ്പായിട്ടാണോ പറഞ്ഞത്? 9:30 അവിടെ മലക്കപ്പാറ എത്തണമെന്നാ പറഞ്ഞത്. ടൈം പറയും മുമ്പ് ഒരു വീട് റോഡ് മുഴുവൻ പണിയുണ്ട്. റോഡില്ലാതെ പോന്ന് പറഞ്ഞിട്ട് കഴിയണ്ട. കുലിങ്ങി മേലൊക്കെ വേണ്ട. അങ്ങോട്ട് ഇപ്പൊ തന്നെ സമയം ആയി. നേരത്തെ ഇപ്പൊ പിന്നെയും ബെറ്റർ റോഡ്. നേരത്തെ ഇത് ബെറ്റർ ആണെന്ന് പറയുകയാണെങ്കിൽ അപ്പൊ മറ്റത് എത്ര വേഴ്സ്റ്റ് ആണെന്ന് ആലോചിച്ചു നോക്കുമ്പോ നല്ല വൃത്തികെട്ട റോഡായിരുന്നു. ശരിക്കും നമ്മള് ഓഫ് റോഡ് റൈഡ് പോകുന്ന പോലെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇത്. അങ്ങനെ
ഞങ്ങൾ എവിടെയോ എത്തി, അല്ല എവിടെയോ അല്ല, എന്തായിരുന്നു, ഇവിടെ കുറെ വീടുകളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയ, എന്താ റേഞ്ച് ഫോറസ്റ്റ്, ഷോളയാർ ഫോറസ്റ്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് ആട്ടോ അത് കാണുന്നതാണ്. ഷോളയാർ ഇവിടെ എവിടെയെങ്കിലും ചിലപ്പോൾ പോകാൻ പറ്റുമായിരിക്കും, ചോദിച്ചു നോക്കിയാൽ മതി. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്, ഇത് കണ്ടോ. അതെ, ഉൾക്കാടിന്ന് വിട്ട് കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ വീടുകളുണ്ട്. പിന്നെ ഇവിടെ ഒരു ബിൽഡിങ് കാണുന്നുണ്ട്, മുകളിൽ JCB എന്തോ പണി നടക്കുവോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ആ കാടിന്റെ ഒരു ഇത് പോയി. പക്ഷെ ഇവിടെയൊക്കെ കാട് എൻജോയ് ചെയ്യാൻ പറ്റില്ല, കുഴി കാരണം. അതെ, കുഴി കാരണം നമുക്ക്. ഇതൊക്കെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസാ അത് കാണുന്നു. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കറക്റ്റ് സമയത്ത്. അതെ, കറക്റ്റ് സമയത്ത് ഇവിടെ എത്തി ഗൈസ്. മുകളിലാണ്. ഇവിടെ എന്തോ ഒരു അമ്പലമാണോ എന്തോ ഒരു അങ്ങനെ എന്തൊരു സംഭവം കാണുന്നുണ്ട്. പക്ഷെ ഒക്കെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുക, എന്താണെന്നറിയില്ല. ഫോറസ്റ്റിന്റെ ഒരു ജീപ്പ് വരുന്നുണ്ട്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. മലക്കിപ്പാറ ടീ എസ്റ്റേറ്റ്. വലിയൊരു കുഴി കണ്ടായിരുന്നു, ഫ്രണ്ട് കയറി പോയി, ബാക്ക് കയറിയില്ല. എന്താ ഒരു അടി ശബ്ദം കേട്ടേ? വണ്ടിക്ക് എന്താ പറ്റിണ്ടാവും? ഒരു ഹോട്ടലിന്റെ ബോർഡ് കാണുന്നുണ്ട്. ഹോട്ടൽ 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 ഹോട്ടൽ. ഇവിടെയാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഈ ഹോട്ടൽ ഉള്ളത്. ഇനി കുറെ ദൂരം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഭയങ്കര ലക്ഷറി ഹോട്ടൽ, ഭയങ്കര വൃത്തിയുള്ള ഹോട്ടൽ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. മലക്കപ്പാറ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഹോട്ടൽ ഇതാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഞം കഴിച്ചിട്ട് നമുക്ക് പോകാം. ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ചു. ഇപ്പൊ ഇതാണ് മലക്കപ്പാറ ടൗൺ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഇതാണ് മലക്കപ്പാറയിൽ ഫുഡ് കഴിക്കാനുള്ള ഐശ്വര്യ കേരള. ഞങ്ങൾ ഇവിടെ നല്ല കഴിച്ചത്. ഞങ്ങൾ താഴെ ഉള്ളൊരു ഹോട്ടലിനാണ് കഴിച്ചത്. നല്ല ഇവിടെ റൂംസും അങ്ങനെയൊക്കെ അവൈലബിളാ. അങ്ങനെ ട്രിപ്പൊക്കെ വരുന്ന ആൾക്കാർക്ക് സ്റ്റേ ചെയ്ത് പോവാം. ഇവിടെ കുറേ ഹോട്ടലുകളുണ്ട്. ഈ KSRTC അത് ഞാൻ വീഡിയോയിൽ കണ്ടായിരുന്നു. KSRTC കൂടുതൽ ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തുന്നത്. കുഞ്ഞു കുറേ കടകൾ, നമുക്ക് അത്യാവശ്യത്തിന് ഒരു ഇതെല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. ഈ കടകളിൽ ചായപ്പൊടി സാധനങ്ങളൊക്കെ കിട്ടും. ചായപ്പൊടി, പിന്നെ വേറെന്താ അവിടെ ഇങ്ങനെ ഹോം മെയ്ഡ് സോപ്പ്, ഇതാ കണ്ടോ, ഹോം മെയ്ഡ് സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങോട്ട് ഒരു മൂന്നാറ് പോലെ കുറച്ച് വ്യൂസ് നല്ലത് കിട്ടും. അതായത് നല്ല തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉള്ളത്. ഇവിടെ ഒരു കുഞ്ഞി ചാപ്പലുണ്ട്. ഇവിടെ നിങ്ങളുടെ ടീ എസ്റ്റേറ്റുകളാണ്, നല്ല ചായപ്പൊടികളൊക്കെ കിട്ടും. അങ്ങോട്ട് നല്ല ടീ എസ്റ്റേറ്റുകളുടെ വ്യൂ കിട്ടിക്കൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. കണ്ട നല്ല ഭംഗിയില്ലേ? മൂന്നാറിനേക്കാളും ഒക്കെ ഭംഗിയുണ്ട്. അടിയിലേക്കൊക്കെ നല്ല വ്യൂ ഉണ്ട്. എന്റെ പൊന്നെ, ഞാൻ ഇത്രയും ചേർത്തെടുത്ത
ഇത് അവിടെ എന്തോ പുക വരുന്നുണ്ട്. നല്ലൊരു പിക്ക് എടുക്കും. പള്ളിയോ ചാപ്പലോ എന്തോ ഉണ്ടായിരുന്നു അവിടെ. അതിന്റെ ഇപ്പൊ ബോഡി മാത്രമേ ഉള്ളൂ. പണ്ട് ബ്രിട്ടീഷുകാരുടെ ഒക്കെ സമയത്ത് ഉണ്ടായതായിരിക്കാം വിചാരിക്കുന്നു. പിന്നെ ഇവിടെയൊക്കെ പിന്നെ ഇങ്ങനെ ചായ, ടീ, കോഫി ഒക്കെ കിട്ടുന്ന കുഞ്ഞു കടകള്, ഭക്ഷണം, പിന്നെ ഒരു പള്ളിയുണ്ട്, ജുമാ മസ്ജിദ് ഉണ്ട്. അങ്ങോട്ടേക്കൊക്കെ കുറെ വഴികളുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കുഞ്ഞു കുറെ കടകളുണ്ട്. കൂടുതലായിട്ട് ഇങ്ങനെ എന്താ പറയാ, ചായപ്പൊടി, കാപ്പിപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലുള്ളത്. വഴിയും കൂടി ഒന്ന് നല്ല പോലെ നല്ല ടൂറിസ്റ്റുകൾ കുറച്ചുകൂടി വരും തോന്നുന്നു. ഇത് ബസ് സ്റ്റാൻഡ് അല്ല, ബസ് സ്റ്റോപ്പാന്ന് തോന്നുന്നു. ഇത് പോലീസ് സ്റ്റേഷനാണ്, മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ. ഈ കാണുന്നത് മലക്കപ്പാറ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെയാണ് നമ്മൾ സ്ലിപ്പ് കാണിക്കേണ്ടത്. അതെ, മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെ. ഇവിടെ നമുക്ക് അവിടെ നിന്ന് തന്നെ സ്ലിപ്പ് നമ്മളിവിടെ കാണിക്കാം. പാസ് അകത്ത് പോയി കാണിക്കാം. ഇതിപ്പോ കറക്റ്റ് എവിടത്തെ, ഇത് തമിഴ്നാട് ബോർഡർ അല്ലേ ഇത് കിടക്കുന്നത്? ഈ ഓഫീസിൽ പോയിട്ട് കാണിക്കണം ആ സ്ലിപ്പ്. നമുക്ക് നേരത്തെ വാൽപ്പാറയിൽ നിന്ന് തന്ന സ്ലിപ്പ് നമ്മള് അവിടെ പോയി കാണിച്ചിട്ട് അവിടെ എന്തെങ്കിലും കൊടുക്കണോ, പ്രൂഫോ അങ്ങനെയൊന്നും വേണ്ടല്ലോ? അവിടെ ഒന്നുമില്ല. ഒരു ഡീറ്റെയിൽ ചോദിച്ചു, തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ടോ ചോദിച്ചു. തിരിച്ച് വരികയാണെങ്കിൽ 6 മണിക്കുള്ളിൽ ഇത് കിടക്കണം എന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ തമിഴ്നാടായി. 6 മണിക്ക് മുമ്പേ കടന്നാ മതി ഇവിടെ. ഓ, അപ്പൊ രാത്രി ആ വഴിക്ക് രാത്രി പോവാ. പക്ഷെ റിസ്ക് ആണല്ലേ. ഇതൊക്കെ ഇങ്ങനെ ഓരോരോ പണിക്കുള്ള ആൾക്കാർ. അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലോട്ട് ഇനിയുണ്ടോ? ഓ, ഞാൻ വിചാരിച്ചു എത്തിണ്ടാവുന്ന. ബോർഡർ പോലത്തെ പോഷൻ. ഇവിടെയുള്ള കടകളിലും ഒക്കെ തിരിച്ചു വരുമോ അതോ ആ വഴിക്ക് തന്നെ അങ്ങോട്ട് കടക്കുമോ ഡീറ്റെയിൽസ് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങോട്ട് കടന്നു പോകാനുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. തിരിച്ചു വരികയാണെങ്കിൽ 6 മണിക്കുള്ളിൽ കടക്കണം. നമ്മളിപ്പം വന്ന സ്ഥലമാണോ കാണുന്നത്? അല്ലല്ലേ, അല്ല, വേറെ സ്ഥലമായിരിക്കും. ഇവിടെ എവിടെയെങ്കിലും ഇല്ലേ വല്ല കാട്ടുപോത്ത് എങ്ങാനും, അല്ല കാട്ടുപോത്തല്ല, എന്തെന്ന് കാട്ടി എങ്ങാനും ഉണ്ടോന്ന് നോക്കി നോക്കട്ടോ. കാരണം ഒരാളുടെ വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു ഒരു അടിപൊളി ഒരു ഫോണോ, അവൻ തന്നെ പറഞ്ഞോട്ടെ. ആകെ ദുഃഖിച്ചിരിക്കുകയാണ്. നോക്കൂ ഗൈസ്, ഫോൺ പുതിയതെടുത്ത ഫോണാണ്. പുതിയത് കുറെ പേരുണ്ട് ഈ ഐഫോൺ എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് കഥ പറയാം. ഓ, വേറെ വണ്ടി വന്നു വരിക. ഫോണിന്റെ ഉടമസ്ഥൻ ഒന്ന് മുന്നോട്ട് ഇരിക്കേണ്ടതാണ്. ഇതിന്റെ അവസ്ഥ ഇന്ന് ചാർജിലിട്ടപ്പോ ഒരു 5 മണിക്കൂർ അടുപ്പിച്ച് ഇട്ടുപോയി. അതാണ് ആകെ കൂടി കണ്ട പ്രശ്നം. രാത്രി ഒരു മാസമായോടാ? എന്തായാലും ഒരു 6 മാസമായി. 6 ആയിട്ടില്ല, 6 മാസം പോലും ആയിട്ടില്ല. പുതിയ ഫോൺ 6 മാസം ആയിട്ടില്ല. ഇത് ഏതായിരുന്നു? 13 Pro Max. എത്ര രൂപ? എന്നാലും 1,00,000 ചില്ലറ കൊടുത്ത് അവന്റെ കിഡ്നി കൊടുത്തിട്ട് അവൻ മേടിച്ച ഫോണാണ്. കിഡ്നിയും പോയി, ഫോണും പോയി, പൊട്ടനും പോയി, ചട്ടനും പോയി, ബോട്ടും കിട്ടിയ ഐലസാന്ന് പറഞ്ഞ പോലെ ഇരിക്കണം.
ആള് ഭയങ്കര മൂഡ് ഓഫ് ആയി. അവൻ ഇന്ന് അവൻ ആദ്യമായിട്ടാണ് വണ്ടി താറ് നമ്മളെ വണ്ടി ആദ്യമായിട്ട് അവൻ കാണുന്നത്. അപ്പൊ ഫോട്ടോ എടുക്കണം, വീഡിയോസ് എടുക്കണം, വിഷ്വൽ എടുക്കണം. വണ്ടി കൊണ്ടുവന്ന പക്ഷെ ഇത് കൊണ്ടുവരുമ്പോ തന്നെ അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് 2-3 ഫോട്ടോ എടുത്തോടുകൂടി ഫുള്ള് തീരുമാനമായി. പറ, എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. തകർന്ന മനസ്സുമായിട്ടിരിക്കുകയാണ്. ഇനി കൊടുക്കാൻ ഒരു കിഡ്നിയും കൂടി അല്ലേ ഉള്ളൂ, ലിവർ ഇതൊക്കെ ഓരോന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ അതും കൊടുത്തിട്ട് മേടിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ചാടിപ്പടഞ്ഞ് ഇനി 15 ഒന്നും എടുക്കാൻ നിൽക്കണ്ട, ഒന്ന് ആലോചിച്ചിട്ടൊക്കെ എടുത്താൽ മതി. 15 അടുത്ത പണി കിട്ടി എന്തൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, ആലോചിച്ചിട്ടൊക്കെ എടുക്കാം. അവൻ ഭയങ്കര അവന്റെ ആഗ്രഹത്തിൽ നിന്ന് എടുത്തായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ ഒരു സംഭവം എടുക്കുമ്പോഴേ അപ്പം അതിനെന്തെങ്കിലും പറ്റിക്കാൻ നമുക്ക് ഭയങ്കര വിഷമല്ലേ. പക്ഷെ നമ്മൾ അതെല്ലാം കവറപ്പ് ചെയ്യും എന്ന് നമ്മൾ അവന് ആത്മവിശ്വാസം കൊടുത്തിരിക്കുകയാണ്. എന്നാലും ഗൈസ് ഇത് നോക്ക്, എന്ത് ഭംഗിയാ കാണാൻ, നല്ല രസമുണ്ട്. താഴേക്ക് ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ട് എടുത്താലോ? നല്ല വെയിലാ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കാണാൻ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയില്ലേ ഇതൊക്കെ, നല്ല ഭംഗിയുള്ള വ്യൂ. എന്ത് രസമാണ് കാണാൻ. അവിടെ എന്തൊക്കെയോ ശരിക്കും പറഞ്ഞാൽ മൂന്നാർ കിട്ടണില്ല. അതാ കൊറേ പേര് വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, മൂന്നാറില് ഉള്ളതിനേക്കാളൊക്കെ ഭയങ്കര, നമ്മൾ നോർമലി ഈ തേയിലത്തോട്ടം എന്നൊക്കെ ഓർക്കുമ്പോ തന്നെ മനസ്സിൽ വരുന്നത് മൂന്നാറാണ്. പക്ഷെ മൂന്നാറ് ഒന്നും അല്ലാന്ന് തോന്നുന്നു. അത്രയും നല്ല രസമുണ്ട് കാണാൻ, നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അതെ, ഭയങ്കര നന്നായിട്ട്. ഗൈസ് കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ. നല്ല രസമില്ലേ? ഞാനൊരു കാട്ടുപോത്തിനെ തപ്പിക്കൊണ്ടിരിക്കുക. ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. കാട്ടുപോത്തല്ല, കാട്ടി എന്നാണ് പറഞ്ഞത്. ഒരു വലിയൊരു കാട്ടുപോത്ത് പോലത്തെ കാട്ടി, പക്ഷെ അതിനെ കണ്ടില്ല. അടിപൊളിയായിട്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമില്ലേ കാണാൻ? അതൊക്കെ ടീ ഫാക്ടറി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാണുന്നത്. എന്ത് ഭംഗിയാ കാണാൻ. പ്രകൃതിയുടെ മനോഹാരിത തൊട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇപ്പം നമ്മൾ ആ തേയിലത്തോട്ടമൊക്കെ കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുമ്പം പിന്നെയും കുറച്ച് ഹോട്ടലൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ തമിഴിലും നമുക്ക് ബോർഡുകളൊക്കെ കാണാം കേട്ടോ. അപ്പുറത്ത് തമിഴിലൊന്നും ഉണ്ടായിരുന്നില്ല ബോർഡ്, പക്ഷെ ഇപ്പം തമിഴിലും നമുക്ക് ബോർഡുകൾ കാണാം. ഇവിടെയൊക്കെ ഇങ്ങനെ കുഞ്ഞി ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. കുഞ്ഞി ഹോം സ്റ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേ ഒരു പള്ളി, CSI ക്രൈസ്റ്റ് ചർച്ച്. ദേ ഒരു പള്ളി. നോക്കി വലിയ പാറ കണ്ടോ, വലിയ പാറയിൽ അവിടെ വീടുകൾ എന്താ കണ്ടാന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ പാറേന്റെ മുകളിൽ ഡ്രസ്സൊക്കെ ആറയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. കൃഷ്ണേട്ടന്റെ കട, അതെ കൃഷ്ണേട്ടന്റെ കട ഹോട്ടൽ. പിന്നെ അതെ, പിന്നെ ഇവിടെ ഒരു അമ്പലം, ശരിക്കും തമിഴ്നാട്ടിലൊക്കെ പോയ പോലെ ഇല്ലേ, തമിഴ്നാട്ടിലെ അമ്പലം പോലെ ഉള്ളൊരു അമ്പലം. പിന്നെ ഇവിടെ നോക്കിയേ, ആ കടേന്റെ മുകളിൽ കാണുന്നത് പാറ കേട്ടോ, പാറ, വലിയൊരു പാറയാണ്. ഹോട്ടൽ, ഇവിടെയൊക്കെ ഫുൾ ഹോട്ടലുകൾ തന്നെയാ. പിന്നെ തേയില നോക്കിയ വലിയ പാറ
കണ്ടോ ഇത് വലിയ പാറയിൽ അവിടെ വീടുകൾ എന്തോ കണ്ടാന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ പാറേന്റെ മുകളിൽ ഡ്രസ്സൊക്കെ ആറയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. കൃഷ്ണേട്ടന്റെ കട, ഇതേ കൃഷ്ണേട്ടന്റെ കട ഹോട്ടൽ. പിന്നെ അതെ, പിന്നെ ദേ ഇവിടെ ഒരു അമ്പലം, ശരിക്കും തമിഴ്നാട്ടിലൊക്കെ പോയ പോലെ ഇല്ലേ, തമിഴ്നാട്ടിലെ അമ്പലം പോലെ ഉള്ളൊരു അമ്പലം. പിന്നെ ഇവിടെ നോക്കിയേ, ആ കടേന്റെ മുകളിൽ കാണുന്നത് പാറ കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പൊ ശരിക്കും കേരളം കഴിഞ്ഞു. വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞു. നമ്മൾ ഇനി തമിഴ്നാട്ടിലോട്ട് കടക്കുവാണ്. ദേ കണ്ടോ, വെൽക്കം ടു തമിഴ്നാടു. കൊടൈക്കനാൽ, ഊട്ടി, പൊള്ളാച്ചി, വാൽപ്പാറ റൂട്ടാണത്. തമിഴ്നാട് ബസ്. കാക്കനാട്, എറണാകുളം. കാക്കനാട്, എറണാകുളം. எங்க போறீங்க? வால்பாறையா? வால்பாறை. யாருக்காவது நிஃபா வைரஸ் ஸ்ப்ரெட் ஆயிட்டு இருக்கு தெரியுங்களா? நிஃபா வைரஸ். அதனால யாருக்காவது ஃபீவர் ஏதாவது இருக்கா? இல்ல இல்ல. சரி, ஓகே. எங்க இருந்தாலும் சயின்டிஸ்ட் யூஸ் பண்ணுங்க. ஏதாவது ஃபீவர் இருந்தா உடனே டாக்டர் ரெஃபர் பண்ணுங்க. ஓகே, போலாம். എന്തെങ്കിലും ടിക്കറ്റ് എന്തെങ്കിലും? இது வந்து இப்படி போகணும் டேமுக்கு. டேம் வால்பாறை வந்து 25 கிலோமீட்டர், 25 கிலோமீட்டர், 3 கிலோமீட்டர் டேம் ஸ்ட்ரெயிட் இப்படி. നമ്പർ എഴുതി എടുക്കുന്നുണ്ട്. നമ്മളെ വണ്ടിന്റെ നമ്പർ എഴുതി എടുക്കുന്നുണ്ട്. KL45. உங்க பேரு? റീജൻ. ரீஜன். RYJAN. KL45X. അങ്ങനെ നമ്മൾ തമിഴ്നാട് എത്തി ഗൈസ്.